നമസ്തേ. കൃഷ്ണഗീതി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കന്ദഷഷ്ഠി മറ്റന്നാൾ ഒക്ടോബർ 27 തിങ്കളാഴ്ച സ്കന്ദഷഷ്ഠിയാണ്. ഷഷ്ഠി വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. കാർത്തികേയനായിട്ടും സ്കന്ദനായിട്ടും മുരുകനായിട്ടും അതിശക്തനായി നിൽക്കുന്ന അതിപോരാളിയായി നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥകൾ എത്ര പറഞ്ഞാലും തീരാത്തതാണ്. ഷഷ്ഠി വ്രതത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അമ്മമാർ മക്കൾക്ക് വേണ്ടിയും കുട്ടികളില്ലാത്തവർ ഒരു കുഞ്ഞിനു വേണ്ടിയും എടുക്കുന്ന കഠിന വ്രതമാണിത്. ഷഷ്ഠി വ്രതം എടുക്കുന്ന ഒരുപാട് അമ്മമാരുടെ മക്കൾ വലിയ നിലയിൽ എത്തിച്ചേരാൻ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഭഗവാൻ പീതവസ്ത്രം, അതായത് മഞ്ഞ വസ്ത്രത്തോട് വളരെയധികം താല്പര്യമുള്ള ദേവാദിദേവനാണ് സുബ്രഹ്മണ്യ സ്വാമി. ഇനി വഴിപാടിനെ കുറിച്ച് പറയാം. സ്വന്തമായി ഒരു വീട് ആഗ്രഹിക്കാത്ത ആരും കാണില്ലല്ലേ? വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. ഉറപ്പായും ഇതെല്ലാം നടത്തിത്തരുന്ന ഒരു വഴിപാടാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് മഞ്ഞപ്പട്ട്. മഞ്ഞപ്പട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മഞ്ഞപ്പട്ടിൻ്റെ ഒരു പീസ് കൊണ്ട് ഭഗവാന്റെ അടുത്ത് സമർപ്പിക്കുകയല്ല. മഞ്ഞപ്പട്ട് കൊണ്ടുള്ള ഉടയാടയും അതിനോടൊപ്പം തന്നെ ഒരു ഉത്തരീയവും ഭഗവാന് സമർപ്പിക്കുക. മറ്റന്നാൾ സ്കന്ദഷഷ്ഠിയുടെ അന്ന് തൊട്ട് 12 മാസം, അതായത് അടുത്ത ഷഷ്ഠി വരെ 12 മാസം ഈ വഴിപാട് നിങ്ങൾ സമർപ്പിക്കൂ. അടുത്ത സ്കന്ദഷഷ്ഠിക്കുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഭഗവാൻ ഒരു വീട് തന്നിരിക്കും. മലയാള മാസത്തിലെ ആദ്യത്തെയോ അവസാനത്തെയോ ചൊവ്വാഴ്ച ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇനി ആദ്യത്തെ ചൊവ്വാഴ്ച മുടക്കം വന്നാലും അവസാനത്തെ ചൊവ്വാഴ്ച, അങ്ങനെ 12 എണ്ണം. ഭഗവാന് ഈ ഉടയാടയും ഉത്തരീയവും സമർപ്പിച്ച് ആ തിരുമുമ്പിൽ ഇരുന്ന്, ഭഗവാനെ, എനിക്കൊരു വീടില്ല, 1 സെന്റ് സ്ഥലമില്ല, എനിക്കൊരു വീട് സ്വന്തമായി തരണേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. മഹാദേവന്റെയും പാർവതീദേവിയുടെയും പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് നിങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കാനാവില്ല. സ്കന്ദഷഷ്ഠിയുടെ അന്ന് തുടങ്ങി പിറ്റത്തെ മാസം തുടങ്ങി ചൊവ്വാഴ്ച ദിവസം, അതായത് മാസത്തിലെ ആദ്യത്തെയോ അവസാനത്തെയോ ചൊവ്വാഴ്ച ദിവസം സമർപ്പിക്കുക. സ്കന്ദഷഷ്ഠിയുടെ അന്ന് ഈ വഴിപാട് തുടങ്ങി വയ്ക്കുക. അതുപോലെ ഭഗവാന് പ്രിയപ്പെട്ട ഒരു വഴിപാടാണ് ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേർ അവർ സമർപ്പിക്കേണ്ട ഒരു വഴിപാട്. അതെന്താണെന്ന് പറയാം. നിങ്ങൾക്ക് എത്ര പ്രായമായോ, അതായത് നിങ്ങൾക്ക് 30 വയസ്സായെങ്കിൽ 30 ചെറുനാരങ്ങ വാങ്ങി നിങ്ങൾ തന്നെ അതുകൊണ്ട് ഒരു മാല കെട്ടി ഭഗവാന്റെ മുന്നിൽ അന്നത്തെ ദിവസം ഒന്ന് സമർപ്പിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജോലി ഭഗവാൻ തന്നിരിക്കും. ഭഗവാന്റെ മുന്നിൽ എത്തുന്ന ഒരാളെയും ഭഗവാൻ കൈവിടുകയില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ചെയ്യുന്ന വഴിപാടുകൾ ഒരു പരീക്ഷണത്തിനായി മാത്രം ചെയ്യരുതേ. ഭഗവാനോടുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി മാത്രം ചെയ്യുക. ഭഗവാൻ നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിച്ചിരിക്കും. എല്ലാവർക്കും സ്കന്ദഷഷ്ഠി ആശംസകൾ. ഹരഹരോ ഹരഹര. ജ്ഞാനശക്തിധര സ്കന്ദ വള്ളി കല്യാണ സുന്ദര ദേവസേന മണാള കാന്ത കാർത്തികേയ നമോസ്തുതേ കാർത്തികേയ നമോസ്തുതേ. ഓം സുബ്രഹ്മണ്യായ നമഃ. ഓം സുബ്രഹ്മണ്യായ നമഃ. ഓം സുബ്രഹ്മണ്യായ നമഃ. ഓം സുബ്രഹ്മണ്യായ നമഃ.